സമയം 3:15. കുട്ടി എണീറ്റിരുന്നു. ഈ 2 ബാഗ് ഇപ്പോൾ ഇന്ന് പോവാനുള്ള തന്നെ. ഇത് പിന്നീട് ടാസ്റ്റാണ്. എണീറ്റു, കുട്ടി ഉറങ്ങി. എന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. സോ ഓൾ സെറ്റ്, റെഡി. ഹലോ, നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വളരെ പതുക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ബിക്കോസ് ബേബി ഉറങ്ങി നല്ല ലേറ്റായി. അപ്പോൾ ഇന്നൊരു ട്രെയിൻ വ്ളോഗാണ്. അപ്പോൾ നമ്മൾ തിരുവമ്പാടി, അതായത് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. നെയ്യാറ്റിൻകര ബംഗാല അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോകുന്നത്. ആൻഡ് തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്ദേ ഭാരതിലാണ് ജേർണി. സോ വന്ദേ ഭാരതിൻ്റെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ബേബിക്ക് 3 months കഴിഞ്ഞു. അപ്പോൾ ബേബീൻ്റെ ലൈഫിലത്തെ ഫസ്റ്റ് ജേർണിയാണിത്. അപ്പോൾ നമ്മൾ തിരുവമ്പാടി അമ്പലം ഇപ്പം നേരത്തെ കണ്ടു. പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ അടുക്കളൊക്കെ? യെസ്. ഞാനാ ചോദിക്കുന്നത്, വീഡിയോ അതെന്തായാലും ഞാനിടും. എന്നെ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. അത് ബാക്കി കംപ്ലീറ്റ് സൈലൻസ് ആക്കിയിട്ട്. സോ ദാറ്റ് വാസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഞാനും അമ്മയും അമ്മായിമ്മയും. സോ ഇറ്റ് വാസ് വെരി ഫണി. സോ ഞാൻ അതിന് വോയിസ് ഓവർ കൊടുത്തില്ല. സോ ഈ വ്ളോഗ് ഈസ് മെയിൻലി അബൌട്ട് മൈ എക്സ്പീരിയൻസ് ആൻഡ് how the baby was throughout the journey and food review. So don't forget to like, share and subscribe, and thanks for watching. ഇതെല്ലാം നമ്മുടെ ലഗേജാണ്. ടു അച്ഛന്മാർ, 2 അമ്മമാർ, ബേബി. അല്ലല്ല ചെവി പൊത്തിപ്പിച്ചിട്ട് ചെയിന് കാണിച്ചു കൊടുക്കും. പിന്നെ തിരിച്ചിട്ട് കാണിച്ചിട്ട് ചെവി പിടിച്ചാൽ എന്താ പോണേ? കണ്ടു 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 കണ്ടു. ട്രെയിന് പൊങ്കാലയ്ക്ക് പോകുന്ന വേറൊരു ട്രെയിൻ. ഹായ് ഹായ്, എന്താ നടക്കണെന്ന് ചെക്കുന്നവരായി. അവിടെ അച്ഛന്മാര് തുടങ്ങി ചൂടുവെള്ളം കെട്ടി. ഓക്കെ, വേറെ ഒന്നും അറിയുന്നില്ല കേട്ടോ. നമ്മൾ പറയുന്നത് അച്ഛന്മാരെ കിട്ടേണ്ട താമസം. എന്താ പൊട്ടിക്കാൻ പിന്നെ പൊട്ടിച്ചു. ഞാൻ രണ്ടും ടേസ്റ്റ് നോക്കിയിട്ട് കൂടുതൽ ഇഷ്ടമായത് ഇത് വേറെ കമ്പനി, ഇത് വേറെ
കൂടുതലുണ്ട്. അപ്പൊ എന്താ രണ്ട് കമ്പനി വേറെ വേറെ കമ്പനി, മൂന്ന് കമ്പനി. അവരുടെ ഒരു ആഡ് ആയില്ലേ? അതെ കോഫി റെഡി. അതെ, കോഫി എവിടെ? ഇതെവിടെയാണ് പ്രൊഡക്ഷൻ യൂണിറ്റ്? എവിടെയാണ്? കുട്ടിക്ക് കോഫി വേണം. കുട്ടിക്ക് കോഫി വേണോ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? മധുരാകൃതിയിൽ പാകം. നമ്മൾ സാധാരണ ട്രെയിനിൽ കിട്ടുന്ന ഒരു കോഫീൻ്റെ പൊട്ട ടേസ്റ്റ് ഉണ്ടോ? ഓക്കേ. അതിൻ്റെ കൂടെ ബിസ്ക്കറ്റും ഉണ്ട്. റൗണ്ട് വൺ. ഇതാ അവിടെ അച്ഛന്മാര്, ഇവിടെ അമ്മമാര്. ഞാൻ കഴിക്കണ്ടേ പാവം. റൗണ്ട് ടു, രണ്ടാമത്തെ ഫ്ലേവർ. അവിടെയും രണ്ടാമത്തെ ഫ്ലേവർ. കുട്ടിക്ക് കൊടുക്കണില്ല, കുട്ടിയുടെ പരാതി. റൈസ്, ഒരു കറി, ഒരു പേര്, പായസം. ഇത് സാനിറ്റൈസർ ആണ്. യെസ്. സോ ഫസ്റ്റ് തുറന്നപ്പോൾ നമുക്ക് കിട്ടിയതൊരു സോയ കറിയാണ്. ബേക്ക് സോയ ചങ്ക്സിൻ്റെ കറി. ഐ തിങ്ക് ഒരു പക്ക ഒരു നൈസ് മസാല കറി ഫോർ ചപ്പാത്തി. അടിപൊളിയായിരുന്നു കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ഒരു സാമ്പാറായിരുന്നു. ഞാൻ ലാസ്റ്റ് ട്രാവൽ ചെയ്തത് രാജസ്ഥാനി എക്സ്പ്രസ്സിലാണ്. അതിൻ്റെ ഫുഡിനെക്കാട്ടും എനിക്ക് വേ ബെറ്റർ ആയിട്ട് തോന്നി. ലൈക്ക് ഇറ്റ് വാസ് ഗുഡ്, ഇറ്റ് വാസ് വേ ലൈക്ക് ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ വേ ബെറ്റർ ആയിരുന്നു. ആൻഡ് റൈസ്, ഒരു കേർഡിൻ്റെ പാക്കറ്റ് ആൻഡ് സേമിയ പായസം ആൻഡ് 2 ചപ്പാത്തി. ഇതാണ് കിട്ടിയത്. ഞാൻ അമ്മയുടെ നിന്ന് 2 ചപ്പാത്തി ഞാനെടുത്തു. എൻ്റെ നിന്ന് ചോറ് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. ബിക്കോസ് എനിക്ക് ചപ്പാത്തിയാണ് ഇഷ്ടം. ആൻഡ് അമ്മ ചപ്പാത്തി കഴിക്കില്ല. സോ അങ്ങനെ ഇങ്ങനെ നല്ല ഇങ്ങനെ നമ്മുടെ പാലക്കാട് മട്ട റൈസ് പോലെ, റെഡ് അല്ലാത്ത വൈറ്റ് റൈസ് പോലത്തെ റൈസാണ് കിട്ടിയത്. അത് ഞാൻ പൊന്നിയാണ് കഴിക്കാറ്. ഞാൻ നോർമലി പൊന്നി റൈസാണ് കഴിക്കാറ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ റൈസ് കഴിക്കാത്തതുകൊണ്ട് ഞാൻ എൻ്റെ റൈസ് അമ്മയ്ക്ക് കൊടുത്തു. എൻ്റെ അമ്മയുടെ നിന്ന് 2 ചപ്പാത്തി ഞാൻ എടുത്തു. ദ ബെസ്റ്റ് പാർട്ട് അബൌട്ട് ലൈക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് സോയ ചങ്ക്സിൻ്റെ നല്ലൊരു നോർത്ത് ഇന്ത്യൻ കറി പോലെ. ചപ്പാത്തി പാക്കറ്റ് പൊട്ടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ അച്ഛനാണ് പൊളിച്ചത്. അപ്പോൾ ഞാൻ ഇത് കഴിച്ചു, എല്ലാം കഴിച്ചു. ഇറ്റ് വാസ് ഗുഡ്, ഇറ്റ് വാസ് വെരി നൈസ്.
എക്സ്ട്രീംലി ഞാൻ പിന്നെ ഡിഫറൻസ് ആയിട്ട് കണ്ടത് എക്സ്ട്രീംലി ഹൈജീനിക് ആയിട്ടുള്ള ഒരു നല്ല വൃത്തിയും അങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടിയിരുന്നു. ഇപ്പോൾ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളും അത് ചെയ്യണം, നമ്മളും അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. സ്റ്റാഫ് ഓൾസോ വെരി ഫ്രണ്ട്ലി. അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അടുത്തുകൂടി പോയപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ചോദിച്ചു, എനിക്ക് കാണിച്ചു തരുമോ എവിടെ ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത്, ഇവിടെയാണോ ഫുഡ് സ്റ്റോർ ചെയ്യണതെന്ന് ചോദിച്ചപ്പോൾ ആൾ വേഗം കാണിച്ചൊക്കെ തന്നു. സോ വെരി ഫ്രണ്ട്ലി ഓൾസോ അവിടുത്തെ സ്റ്റാഫും ഇവർ. അതേപോലെ ഒരാൾ ഇങ്ങനെ ഒരു ഇത് ഫോം പോലെ ഫില്ല് ചെയ്ത് എല്ലാ പാസഞ്ചേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് പാസഞ്ചർ ഉണ്ടെങ്കിൽ അവരുടെ റിവ്യൂ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകണമായിരുന്നു. ബേബിയും എൻജോയ് ചെയ്തു. അത് മൂവ്മെൻറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ബേബിയും എൻജോയ് ചെയ്തു. നമ്മൾ അങ്ങനെ തിരുവനന്തപുരം എത്തി. പിന്നെ അധികം എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല, കാരണം അങ്ങോട്ട് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ അധികം വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. സോ എൻജോയ് ദി റെസ്റ്റ് ഓഫ് ദ വീഡിയോ. താങ്ക് യു. നമ്മളത് അവിടെ ഇങ്ങനെ നിർത്തി ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞ കൊല്ലത്തെ പൊങ്കാലയുടെ കലങ്ങൾ. ഇങ്ങനെയാണ് എൻ്റെ അനിയൻ ദോശ ചുടാനും. ഇത് അമ്മയുടെ ദോശ, ഇതെൻ്റെ അനിയൻ്റെ ദോശ. വിച്ച് ദോശ ഇസ് ബെറ്റർ? അതാ ഒരു പ്രാവശ്യം കൂടി. വൺസ് മോർ. എൻ്റെ അനിയൻ്റെ ദോശ, എൻ്റെ അമ്മയുടെ ദോശ. നോക്കൂ ഗൈസ്, നോക്കൂ ഗൈസ്. എൻ്റെ അമ്മയുടെ ഉണ്ട ദോശ, എൻ്റെ അനിയനും ലോലമായ പേപ്പർ ദോശ. ഹേലിക്കുട്ടി എലിക്കുട്ടിയായി. ഹേലിക്കുട്ടീനെ ഇപ്പോൾ കാണുമ്പോൾ ശരിക്കും എലിക്കുട്ടീനെ പോലെ ഉണ്ട്. ശരിക്കും നല്ല ഭംഗിയുള്ള പട്ടിക്കുട്ടിയാണ്. മുടിയൊക്കെ വെട്ടിയതാണ്. ടാങ്കിൾസ് വന്നിരുന്നു. ഹീറ്റ് വരുന്നുണ്ട്, മറ്റേ ചൂട് ഭയങ്കര. സോ ഹേലിക്കുട്ടി തൽക്കാലം എലിക്കുട്ടി ആയിക്കണം. ഇത് ആക്ച്വലി നമ്മുടെ മാമൻ്റെ പടികുട്ടിയാണ്. മാമൻ പോയിട്ട് ഒരു 2020 ഉണ്ടായത്. ഇപ്പോഴും ആൾക്കാർക്ക് അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പം പറയുമ്പോൾ മാമൻ്റെ പടികുട്ടി എന്നാണ് പറയാറ്. അപ്പോൾ അവിടെ അത് മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് പണ്ടത്തെ വീഡിയോ ആണ്. ഇത് മാമൻ്റെ വീട്ടിൽ ഞാൻ പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ്. അത് അറൗണ്ട് 2018 എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ മാമൻ്റെ വീട്ടിലാണ് അത് ഉണ്ടായിരുന്നത്. നമ്മളത് സങ്കടം ഇപ്പോഴും ഉൾക്കൊണ്ടിരിക്കുക. സോ അതിൻ്റെ നെക്സ്റ്റ് വീഡിയോ.